മോർണിംഗ് മാം. ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പെർസെൻറ്റേജ് എത്ര യൂസ് ആക്കിയെന്ന് മാം ഞാനിവിടെ ഷെയർ ആക്കിയിട്ടുണ്ട്. മാം ചെക്ക് ചെയ്തിരുന്നു. ഇത് ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. ഡെഡിക്കേറ്റഡ് വീഡിയോ ചെല്ലുമ്പോൾ ഒരു 2 to 3 minutes ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഒരു 60 സെക്കൻഡുള്ള വീഡിയോ ആണ്. ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നൈറ്റ് ക്രീമാണ്. ആ ക്രീം ആക്ച്വലി എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നൊരു ക്രീമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. പല സ്ഥലത്തും ബാൻ ചെയ്തൊരു ക്രീമായിട്ടൊക്കെ കാണുന്നുണ്ട്. അളവിൽ കവിഞ്ഞ രീതിയിൽ ആക്ച്വലി മെർക്കുറിയുടെ അംശം അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇത് ഇങ്ങനത്തെ ഒരു ക്രീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തോളൂ മെല്ലെ. അങ്ങനെ ആ കുട്ടി 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മാം, എൻ്റെ സ്കിന്നിൽ നിന്ന് ഞാൻ ആക്ച്വലി 3 ദിവസം ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല, എൻ്റെ സ്കിൻ ഡാർക്ക് ആകുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനെ പഴയ രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഡാമേജ് ആക്കുന്ന, ട്രാപ്പിൽ വീഴ്ത്തുന്ന ഒരുപാടധികം പ്രോഡക്ട്സ് ഇന്ന് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഈ ട്രാപ്പിൽ പെട്ടുപോയവരോടും ഈ ട്രാപ്പിൽ പെടുത്തുന്ന ബ്രാൻഡുകളോടും നേരിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആക്ച്വലി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ആൻഡ് ഓൾസോ പറ്റാവുന്നത്ര ഈ വീഡിയോ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുകയും വേണം. വെൽക്കം ബാക്ക് ടു വീണാസ് എനർജി. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിരിക്കാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആക്ച്വലി വാർത്തയായ ഒരു കാര്യമാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഓപ്പറേഷൻ സൗന്ദര്യ എന്നൊരു മിഷനെ പറ്റി. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി പിടിച്ചെടുത്ത കുറേ അധികം ഫേസ് ക്രീംസ്, ലിപ്സ്റ്റിക്സ്, നെയിൽ പോളിഷ് ഒക്കെ ഉണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലാണ് ആക്ച്വലി ആ ഒരു സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് മെർക്കുറിയുടെ അംശം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. മെർക്കുറിയുടെ അംശം 12,000 ടൈംസ് എങ്കിലും കൂടുതലായിരുന്നു. ഈ മെർക്കുറിയുടെ അംശം കൂടിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഡിസ്കളറേഷൻ വരാം, അതായത് കുറച്ച് ഇരുണ്ട് പോകാം, സ്കിന്നിൻ്റെ ബാരിയർ പ്രശ്നത്തിലാവാം. ഓൾസോ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അത് ഡാമേജ് ചെയ്യിപ്പിക്കാം. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മളുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെയൊക്കെ തകരാറിലാക്കാം. കേൾവിക്കും കാഴ്ചയ്ക്കും പോലും അത് പ്രശ്നം ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ അതുണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും മാരകമായ രീതിയിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സാണ് മിക്കപ്പോഴും നമ്മളുടെ കയ്യിൽ കിട്ടുന്നതും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ ആക്ച്വലി എങ്ങനെ നോക്കി വാങ്ങണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു അവയർനെസ് തന്നാൽ പോലും നമുക്ക് ആക്ച്വലി അതിലേക്ക് എത്രത്തോളം നമുക്കത് എഫക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയുണ്ടാവില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്ക് മുമ്പ് എനിക്ക് ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. നോർമലി എനിക്ക് ഈ കൊളാബറേഷൻ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻസ് അങ്ങനെയുള്ളതൊക്കെ വരാറുള്ളത് നോർത്ത് ഇന്ത്യൻ ഏതെങ്കിലും മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ ഏജൻസിയിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 99.9% പ്രൊമോഷൻസും ഞാൻ നോർമലി എടുക്കാറില്ല. ബിക്കോസ് എനിക്ക് ഈ പറയുന്ന പോലെ അത് വർക്ക് ആവുന്ന പ്രോഡക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണം. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കും. എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കി അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിനെ ഡാമേജ് ചെയ്യിക്കുന്ന ഒന്നാണോ എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺസേണുകളൊക്കെ കാരണം ഞാൻ ഒരുവിധപ്പെട്ട പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല. വളരെ വളരെ കുറഞ്ഞ 1-2 എനിക്ക് തോന്നുന്നു ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് 1-2 പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ്, ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അവർ ആക്ച്വലി എനിക്കൊരു ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഇൻസ്റ്റാ പേജ് അയച്ചു തന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോയും പിക്ചറും തന്നു. ആ പ്രോഡക്റ്റിനെ പറ്റിയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ പ്രോഡക്റ്റ് ആക്ച്വലി ഞാൻ അത്ര പരിചിതമായി കേട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ യൂട്യൂബിൽ ആക്ച്വലി ഒരുപാട് റിവ്യൂസ് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കാണുന്നുണ്ട്. ഒരിടത്തും ഒരു നെഗറ്റീവ് റിവ്യൂ അങ്ങനെ ഒന്നും കാണുന്നില്ല. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ പേരിൽ വൈറ്റനിങ് ക്രീം എന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് വൈറ്റനിങ് ക്രീം ആയതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വൈറ്റനിങ് ക്രീമിനെ പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു വൈറ്റനിങ് ക്രീം അല്ല, ഇതൊരു ലൈറ്റനിങ് ക്രീമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്, അതായത് 100% ആയുർവേദിക് ആൻഡ് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്, അതിലെ കണ്ടൻറ്റുകൾ. അപ്പോൾ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
ടാസ്ക് ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. ഡെഡിക്കേറ്റഡ് വീഡിയോ ചെല്ലുമ്പോൾ ഒരു 2 to 3 minutes ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഒരു 60 സെക്കൻഡുള്ള വീഡിയോ ആണ്. ലൈറ്റനിങ് ക്രീം അല്ല മാം, ഇത് ലൈറ്റനിങ് ക്രീമാണ്. ടാനൊക്കെ റിമൂവ് ചെയ്യും, ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ്, ആക്നി, ഡാർക്ക് സ്പോട്ട്സ് അതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ് മാം. ഇത് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഇല്ല ഈ ഒരു പ്രൊഡക്റ്റ്. ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ആക്ച്വലി അവർ എന്നെ വീണ്ടും വിളിച്ചപ്പോഴും എനിക്ക് ആക്ച്വലി അതിലൊരു സംശയം മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ പ്രൊഡക്റ്റിനെ പറ്റി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവർ ആക്ച്വലി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഒരു ഫോട്ടോയിൽ ആക്ച്വലി ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഉള്ള, അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് വീണ്ടും അത് അയച്ചു തന്നു. അപ്പോൾ അയച്ചു തന്നതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് ടേമറിക് എക്സ്ട്രാക്ഷൻ, സാൻഡൽ എക്സ്ട്രാക്ഷൻ, ഗ്ലൂട്ടാത്തയോൺ, വൈറ്റമിൻ എ, ബി, സി ആൻഡ് ഇ, നയാസിനമൈഡ്, ബയോട്ടിൻ, ഗ്ലിസറിൻ, കൊളാജൻ ഓയിൽ, മിനറൽ ഓയിൽ, വാട്ടർ. ഇത്രയാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയല്ല നോർമലി ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുക. പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാം ഉറപ്പായിട്ടും. അപ്പോൾ ഇത് ഈ ഒരു ക്രീം ബേസിലാണ് വെക്കുന്നതെങ്കിൽ ക്രീം ബേസ് ഉണ്ടാവാം, അതിങ്ങനെ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആക്ച്വലി അത് ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അല്ല എന്നുള്ളത്. ദെൻ ഞാൻ വീണ്ടും അവരുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ റാൻഡമായിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് മാത്രം പറഞ്ഞാൽ പോരെ, എനിക്ക് അതിൻ്റെ പെർസെൻറ്റേജ് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. ഗ്ലൂട്ടാത്തിയോൺ 2%, നയസിനമൈഡ് 5%, ബയോട്ടിൻ 0.6%, കോജിക് ആസിഡ് 2%, ആൽഫ അബ്യൂട്ടിൻ 2%. ഇങ്ങനെയാണ് അവരെനിക്ക് അയച്ചത്. അപ്പോൾ അതിനുശേഷം ആക്ച്വലി ഞാൻ അവർക്ക് റെസ്പോണ്ട് ചെയ്തതേ ഇല്ല. ആൻഡ് ദെൻ ഇവരെന്താ വെച്ചാൽ എന്നെ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. ഗുഡ് മോർണിംഗ് മാം, ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പെർസെൻറ്റേജ് എത്ര യൂസ് ആക്കിയെന്ന് മാം ഞാനിവിടെ ഷെയർ ആക്കിയിട്ടുണ്ട്, മാം ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും ആക്ച്വലി ഇവരെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇത് പ്രോഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേയ്മെൻറ്റ് അവർ എത്രയാണെങ്കിലും അവർ തരാൻ റെഡിയാണ്. അങ്ങനെ അവർ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂസ് എന്നെ കോൾ ചെയ്യുന്നു, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി അവരുടെ അടുത്ത് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. ഞാൻ ചെക്ക് ചെയ്തിരുന്നു, ബട്ട് സ്റ്റിൽ ഐ ആം ആക്ച്വലി ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഇത് ഫേസ് വൈറ്റനിങ് ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടാണ്. ഈവൻ ആ പേരിനകത്ത് തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ കണ്ടിരുന്നു അവരുടെ വെബ്സൈറ്റിൽ പോലും ആക്ച്വലി അത് പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈവൻ ഞാൻ പറയുന്നത് ഇപ്പം ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ നോർമലി സ്കിന്നിന് ഇറിറ്റേഷൻസോ ഇഷ്യൂസോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ അത് നോർമലി വൈറ്റനിങ് ക്രീമിന്റെ സ്വഭാവത്തിൽ പെടുന്നതാണ്. ആൻഡ് അതുകൊണ്ട് എനിക്ക് നല്ല കൺസേൺ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വോയിസ് അയക്കുമ്പോൾ ഞാൻ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചുള്ള കെമിക്കൽസ് ഒന്നും ഉണ്ടെന്ന് അവർ പറയുന്നില്ല. വളരെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഹെർബലായിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയും അവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടൊരു കാര്യമാണ് ഇത് ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസും കണ്ടു നോക്കി. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യരുതെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി അതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. അതായത് നമ്മളിപ്പം നോർമലി വൈറ്റനിങ് ക്രീംസ് ഒക്കെയാണ് ഇമ്മീഡിയറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഡാർക്ക് കളറിലേക്ക് പോവുക, ഇറിറ്റേഷൻസ് പെട്ടെന്ന് ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാതെ നമ്മളിപ്പോൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നയാസിനമൈഡോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയൊന്നും കാര്യം സംഭവിക്കില്ല. ആൻഡ് ഇതാണ് എന്നെ മെയിനായിട്ട് കൺസേൺ ആയത്. ആൻഡ് ഇവരിങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു കൺസേൺ ആയിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആക്ച്വലി ഇവരുടെ ഇൻസ്റ്റാ പേജൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, അതിൽ ആക്ച്വലി ഈ പറഞ്ഞ അവർ ഒരു സർട്ടിഫിക്കറ്റ് അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ബ്രാൻഡുകാർ ആയുർ സേഫിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റിൽ ആക്ച്വലി പല ഭാഗത്തും ബ്ലർഡാണ്. ആൻഡ് ഈവൻ ദോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം 100% ആയുർവേദിക് ആൻഡ് ഹെർബൽ പ്രോഡക്ട്സ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത് എന്ന് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഈ സംശയം കാരണം, അതായത് ഈ നയസിനമൈഡ് അല്ലെങ്കിൽ ആൽഫ അബ്യൂട്ടിൻ, കോജിക് ആസിഡ് എന്നൊക്കെ ഉള്ളത് ഹെർബൽ എക്സ്ട്രാക്റ്റ് അല്ല. അത് ഈ പറഞ്ഞ മോഡേൺ സയൻസിൽ പെടുന്ന കാര്യമാണ്. അതിൻ്റെ ഈവൻ എന്താ പറയുക, എക്സ്ട്രാക്ഷൻ മേ ബി നടത്തിയെടുക്കാം. അതായത് ഇപ്പം ഹെർബൽ പ്രോഡക്ട്സിലുള്ള
ആ ഒരു ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് ആണ് ആക്ച്വലി കാണിക്കേണ്ടത്. അപ്പം അങ്ങനെ കാണിച്ചിട്ടില്ല. ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് അവരുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ തന്നെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സംശയം വന്നത്. അതിന് സംശയം വന്നിട്ട് ഞാൻ അതിൻ്റെ ഫർദറായിട്ട് നോക്കുമ്പോൾ ഈ ആയുർ സേഫ് എന്നുള്ള ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്ത അതോറിറ്റി ആരാന്നുള്ളത് ഞാൻ നോക്കി. അപ്പോൾ അതോറിറ്റി ആരാന്ന് നോക്കുന്ന സമയത്ത് അതിൽ അങ്ങനെ ഒരു അതോറിറ്റി ആക്ച്വലി അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇങ്ങനെ ഒരു സാധനം സർട്ടിഫൈ ചെയ്യണമെങ്കിൽ അത് ആയുഷാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ആയുഷിൻ്റെ സർട്ടിഫിക്കറ്റ് ആക്ച്വലി വാലിഡ് ആണ്. പക്ഷേ ഈ ആയുർ സേഫ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന് സർട്ടിഫൈ ചെയ്യാൻ ആക്ച്വലി അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സർട്ടിഫിക്കേഷന് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആൻഡ് ഞാൻ അതിന് ആരെയൊക്കെയാണ് ഈ ആയുർ സേഫ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ ആക്ച്വലി ഈ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ പേര് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡുകളുടെ പേരോ ഒന്നും കാണുന്നില്ല അവർ സർട്ടിഫൈ ചെയ്തതായിട്ട്. ഞാൻ ആ പോസ്റ്റിൻ്റെ താഴെയുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ്റെ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാത്തതെന്ന്. അപ്പോൾ അവരതിന് പറയുന്ന മറുപടി, അവരെല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടിയിൽ അവർ പറയുന്നത് നിങ്ങൾ ബ്രാൻഡിൻ്റെ ചില പോളിസീസാണത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൽ ആക്ച്വലി ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ രൂപ അയച്ചു തരാം. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നോർമലി നമ്മൾ കണ്ടിട്ടുള്ള വെൽ റിനൗൺഡ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ എന്തെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും ആക്ച്വലി ഇവർ ചെയ്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സംശയം വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നോക്കിയത്. ആരാണ് ഈ ബ്രാൻഡിൻ്റെ പ്രൊപ്രൈറ്റർ എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഓണർഷിപ്പ് ആരുടെ പേരിലാണെന്നൊക്കെ നോക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ക്ലാരിറ്റി ഉള്ള ഒരു എവിഡൻസും എവിടെയും ഇല്ല. ആകെയുള്ളത് ത്രിപുരയിലുള്ള ഒരു ഓൺലൈൻ മാഗസിൻ, ഓൺലൈൻ ന്യൂസ് പേപ്പറോ അങ്ങനെയുള്ള ഏതോ ഒരു ഇതിൽ ആക്ച്വലി ഇതിനെപ്പറ്റി ഈ ഒരു ക്രീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതോ 1-2 ഇടത്തും ഇതുപോലെ PR കണ്ടന്റ് പോലെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ ആക്ച്വലി അവർ പറഞ്ഞേക്കുന്നത് അവർ അവകാശപ്പെട്ടേക്കുന്ന സർട്ടിഫിക്കേഷൻസ് ഈ ആയുർ സേഫിൻ്റെ മാത്രമല്ല, ഇത് ഈ പ്രൊഡക്റ്റ് ഹലാലാണെന്ന് പറയുന്നുണ്ട്, ഈ പ്രൊഡക്റ്റിന് ആക്ച്വലി GMP സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഈ പ്രൊഡക്റ്റിന് വേറെന്തൊക്കെയോ അത്തരത്തിലുള്ള നിലവിൽ FDA സർട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ മെയിൻ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു സർട്ടിഫിക്കേഷനും ആക്ച്വലി ആധികാരികമായി ഇവരുടെ വെബ്സൈറ്റിലില്ല, ഇവർക്ക് അതിനൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പം എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് കംപ്ലീറ്റ് അത് സംശയം തോന്നി, ഭയങ്കര സംശയമുണ്ട് എനിക്കതിൽ. ആൻഡ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ഒരെണ്ണമെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരെണ്ണം പോലും ഇല്ല. മലയാളത്തിൽ ആക്ച്വലി എനിക്കൊന്ന് മലയാളത്തിൽ തമിഴിൽ ഒക്കെയാണ് ഇവരുടെ കൂടുതൽ റിവ്യൂസ് വന്നിട്ടുള്ളത്. ഇവൻ നോർത്ത് ഇന്ത്യ വരെയുണ്ട്. എന്നാൽ സ്റ്റിൽ അതായത് ഇപ്പോൾ ഇവർ നോർമലി ചെയ്യുക വെച്ചാൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുകയാണ് ചെയ്യുക. വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ ക്രീം കിട്ടും. ആ ക്രീമിന് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം 15 ദിവസത്തിനുള്ളിൽ ആക്ച്വലി നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. എനിക്ക് അതും ഒരു കൺസേൺ ആയിരുന്നു. അതായത് നമ്മൾ ഒരുപാട് റിനൗൺഡ് ആയിട്ടുള്ള ബ്രാൻഡിനെ പറ്റി നമുക്കറിയാം, അവർ ആക്ച്വലി ആരും തന്നെ ക്ലെയിം ചെയ്യുന്നില്ല ഇമ്മീഡിയറ്റ്ലി. അതായത് ഒരു 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് ആരും ക്ലെയിം ചെയ്യുന്നില്ല. ബിക്കോസ് ഒരു 3 മാസമെങ്കിലും എടുക്കും എന്നാണ് അവർ പറയുക റെഗുലറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ. ഇതിൽ ഇവർ പറയുന്ന കാര്യം ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും എന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ട്. ആൻഡ് ഓൾസോ ഇവർ അവകാശപ്പെടുന്നൊരു കാര്യം, ഈ പ്രോഡക്റ്റ് റിങ്കിൾസിന് നല്ലതാണ്, അണ്ടർ ഐ ക്രീമിന് നല്ലതാണ്, സ്കിന്ന് ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതായത് ഒരുവിധപ്പെട്ട മേജർ ഇഷ്യൂസ് എല്ലാം ഇതിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിനും ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി എന്നാണ് പറയുന്നത്. ആൻഡ് ഇതൊരു ക്രീമുമാണ്. ആൻഡ് ഈ ആക്റ്റീവ്സ് ഒക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ്സുമാണ്. അപ്പോൾ കംപ്ലീറ്റ് സേഫ് ആണെന്ന് അപ്പം തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വീണ്ടും മൊത്തം ചെക്ക് ചെയ്ത് നോക്കി, അവരുടെ വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കി. ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ആക്ച്വലി ഇവർ എവിടെയും കൊടുത്തിട്ടില്ല. ഈ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ലിസ്റ്റ് ചെയ്തേക്കുന്ന വേറെ പല ഡീലേഴ്സാണ്. ആ ഡീലേഴ്സ് എനിക്ക് മനസ്സിലായ കാര്യം, ആ ഡീലേഴ്സുമായിട്ട് ഇവർക്ക് ചിലപ്പോൾ മേ ബി ടൈപ്പ് ഉണ്ടാവാം. പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ത്രൂ വാങ്ങുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ഒറിജിനൽ പ്രൊഡക്റ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ള സൈറ്റിൽ നിന്നെങ്ങാനും വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അതിൻ്റെ താഴെ റിവ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇവർക്ക് ഡയറക്റ്റ്ലി ആകുമ്പോൾ അതൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ നടക്കും. ഇത് വേറൊരു വഴിയാണെങ്കിൽ ആക്ച്വലി അത് ഫേക്ക് ആണെന്ന് ഇവർക്ക് പറയാൻ പറ്റും. അതിൻ്റെ പുറത്താണ് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ എനിക്കുണ്ടായ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവെയർ ആയിരിക്കുന്ന ഒരാളാണ്. ഇത്തരം ഡീറ്റെയിൽസുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് ഒരു പോയിന്റിൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിന്റിൽ എനിക്കൊരു സംശയം വരികയാണ്. ബിക്കോസ് വൈറ്റൻ ക്രീം ആണോ എന്ന് ചോദിക്കുമ്പോൾ വൈറ്റൻ ക്രീം അല്ല എന്ന് ഇവർ പറയുന്നു, ലൈറ്റൻ ക്രീം ആണെന്ന് പറയുന്നു. ഈവൻ പക്ഷേ പേരിൻ്റെ അകത്ത് അതുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട്
ഒരുപാടായിട്ട് കുറച്ച് നാളായിട്ട് ഭയങ്കര രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇന്ത്യക്ക് പുറത്തേക്കും ആൾക്കാർ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും അധികം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ ആക്ച്വലി ഈ ഒരു ഏരിയയിൽ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി വന്നൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾക്കൊക്കെ ഇൻഫോംഡ് ചോയ്സസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഡാർക്കായിരിക്കുന്നു, എനിക്ക് വൈറ്റൻ ആവണം, അപ്പോൾ അതിന് വേണ്ടി ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യണം, വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ ഉള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല, തൽക്കാലം എനിക്ക് മറ്റൊന്നും വിഷയമല്ല, എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ കളർ ഒന്ന് മാറിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാം, അവരുടെ ഇൻഫോംഡ് ചോയ്സാണ് അത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത്തരം ഒരു വൈറ്റനിങ് ക്രീംസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മളെ ആക്ച്വലി ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവരത് വിൽക്കുന്നത്. ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല, ഇത് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരത് നമ്മൾക്ക് വിൽക്കുന്നത്. ആൻഡ് ഈവൻ ഇപ്പോൾ എനിക്കറിയാം ഈ ഹലാൽ സർട്ടിഫിക്കേഷനൊക്കെ മാത്രം നോക്കിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അതായത് ഈവൻ ഗ്ലൂട്ടാത്തയോൺ അല്ല, എനിക്കൊന്ന് കൊളാജൻ ഡ്രിങ്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് ഹലാലാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഈവൻ അതുപോലും പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് ആക്ച്വലി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കറിയത്തില്ല എത്രത്തോളം സീരിയസ്നെസ് ഉള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന്, പക്ഷേ ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ, വൺസ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിങ്ങൾക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് ഞാൻ വൈറ്റനിങ് ക്രീംസിൻ്റെ എല്ലാ വൈറ്റനിങ് ക്രീംസിൻ്റെയും കാര്യത്തിൽ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വൈറ്റനിങ് ക്രീംസ് എന്തുകൊണ്ട് യൂസ് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഒന്ന് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യൂസേജ് ഒരു ദിവസമോ 2 ദിവസമോ ഒന്ന് സ്റ്റോപ്പ് ആക്കിയാൽ പോലും നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും, ഡിസ്കളറേഷൻ വരും, അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ വരും. ആൻഡ് ഓൾസോ അത് മാത്രമല്ല, നിങ്ങളപ്പം പെട്ടെന്ന് അതിൽ കൺസേൺഡ് ആയിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക്, ഡെർമറ്റോളജിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഞാനിപ്പോൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഇങ്ങനെ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞു പോയാൽ അവരാണെങ്കിൽ കൂടി പറയുക, ആദ്യം നമ്മളുടെ സ്കിന്നിൻ്റെ ബാരിയർ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം, ബാരിയർ സ്ട്രോങ് ആയതിന് ശേഷം മാത്രമേ ആ സ്കിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് പിടിക്കുകയുള്ളൂ എന്നാണ്. നമുക്കും അറിയാതെ, അതായത് നമ്മൾ നിയാസിനമൈഡോ വൈറ്റമിൻ സി ഒക്കെ പലരുടെയും സ്കിന്നിന് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നു, ബ്രൈറ്റൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം സ്കിന്നിൻ്റെ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവില്ല. ആ സ്കിന്നിൻ്റെ ബാരിയർ ആക്ച്വലി പിന്നീട് പഴയ രീതിയിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അതായത് ചിലർക്കതൊരു 3 മാസമായിരിക്കും, ചിലർക്കതൊരു 6 മാസം എടുക്കും, ചിലർക്കത് 1 വർഷം എടുക്കും. അങ്ങനെ ആക്ച്വലി ലോങ് ടൈം എടുക്കും. നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. കാണുന്ന ആൾക്കാരൊക്കെ നോർമലി ചോദിക്കും എന്താ പറ്റിയത്, ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോലെയല്ല, ഇതുവരെ കണ്ടതുപോലെയല്ലോ എന്ന് പറയാൻ തുടങ്ങും, ചോദിക്കാൻ തുടങ്ങും. അതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും. ബിക്കോസ് എനിക്കത് അറിയാവുന്നത്, എൻ്റെ അടുത്തേക്ക് വൈറ്റനിങ് ക്രീംസ് നോർമലി യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുന്നതാണ്. അവരുടെയൊക്കെ കൺസേണുകളും അവരുടെയൊക്കെ കഥയും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി തോന്നാറുണ്ട്, ഞാൻ ഭയങ്കര ലക്കിയാണ്, ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും പോയി പെട്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ബിക്കോസ് അങ്ങനെയുള്ള കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാറുള്ളത്. ഈവൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പോലും പലർക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്തതിൻ്റെ പുറത്ത് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതും നമ്മൾ പോലും അറിയാതെ നമ്മളെ പറ്റിക്കുന്ന രൂപത്തിൽ ഈ ഒരു സാധനത്തിലേക്ക്, ഈ ഒരു ട്രാപ്പിലേക്ക് നമ്മളെ വീഴ്ത്തുന്നതാണെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് നാൾ മുമ്പ്, മേ ബി എനിക്കൊന്നൊരു 1 മന്ത് മുമ്പാണെന്ന് തോന്നുന്നു, എന്നെ കൺസൾട്ടേഷൻ എടുത്തിട്ട് എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ആക്ച്വലി ഒരു 17 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക്, അതായത് +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ആക്ച്വലി ഒരു പേജൻറ്റ് ഷോയ്ക്ക് പോകുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത്, മൊത്തത്തിലൊന്ന് മേക്ക് ഓവറിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ മേക്ക് ഓവറിൻ്റെ ഒരു കാര്യം സംസാരിച്ച് വന്നപ്പോൾ ഞാൻ വെറുതെ ആ കുട്ടിയുടെ സ്കിൻ കെയറിനെ പറ്റി ചോദിച്ചു, എന്താണ് സ്കിന്നിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ സ്കിന്നിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ചേച്ചി, ഞാൻ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ആ കുട്ടിക്ക് എല്ലാം ആദ്യം മുതൽ തുടങ്ങണം, അങ്ങനെയാണുള്ളത് എന്നാണ് പറഞ്ഞത്. ആകെ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ആക്ച്വലി സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആവുന്ന പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം മാത്രം ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, ഒരു മോയ്സ്ചറൈസർ നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ. അതിലേക്ക് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു നൈറ്റ് ക്രീമാണ്, അതിൻ്റെ പേര് ഗോരി ക്രീം എന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഈ ഇത്തരമുള്ള ക്രീംസിനെ പറ്റിയുള്ള എനിക്കത്ര പേരുകളൊന്നും എനിക്കത്ര ഫെമിലിയർ അല്ല.
ബിക്കോസ് മേ ബി ഞാൻ അത്തരം കണ്ടൻറ്റുകൾ അധികം കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ പേരുകളൊന്നും എനിക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ ആക്ച്വലി ചെയ്ത് നോക്കിയൊരു കാര്യം, കൺസൾട്ടേഷൻ്റെ ഇടയിലാണ്, വേഗം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഏതാ പ്രോഡക്റ്റിൻ്റെ ഒരു ലേബലൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നത് എനിക്കറിയാത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ്, എനിക്കറിയാത്തൊരു ലേബലിലുള്ള പുതിയ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും എന്നാണ്. അപ്പോൾ എനിക്കത് ക്രീമിൻ്റെ പേരും പാക്കേജും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ കുട്ടീനെ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് വാങ്ങാറുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ആര് പറഞ്ഞിട്ടാണത് വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കുട്ടിയുടെ റിലേറ്റീവോ വീട്ടിൽ വന്ന ആരോ നെയ്ബറോ അങ്ങനെ ആരോ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അവരെന്തോ സ്കിന്ന് ഡ്രൈ ആയിരിക്കുന്ന കണ്ടപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കുട്ടി അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ പാക്കേജിങ് എടുത്ത് കാണിച്ചു. അപ്പോൾ പാക്കേജിങ്ങിന് അതിൻ്റെ പുറത്തെ ലേബലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ വെച്ച് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിനോട് അങ്ങനെ നിൽക്കുന്ന ഒരു ടെക്സ്ചർ, ഒരു കളറും ഒരു ടെക്സ്ചറും ഒക്കെയാണ്. ആൻഡ് ആ ടെക്സ്ചർ എന്ന് പറയുന്നത് നോർമലി ഒരു സോപ്പി ടെക്സ്ചർ പോലത്തെ ഒരു ടെക്സ്ചറാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ച കാര്യം, എൻ്റെ അടുത്ത് മുമ്പ് 1-2 ആൾക്കാർ വൈറ്റനിങ് ക്രീംസ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ടെക്സ്ചർ ഈ ഒരു ക്രീമിനെ പോലെയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം തോന്നി. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഗൂഗിൾ ചെയ്ത് നോക്കി. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ആ ക്രീമിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് പല സ്ഥലത്തും ബാൻ ചെയ്തൊരു ക്രീമായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇത് ഇങ്ങനത്തെ ഒരു ക്രീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തോളൂ മെല്ലെ. അപ്പോൾ ആദ്യം അടുത്തൊരു നെക്സ്റ്റ് 3 days ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. സ്റ്റോപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് എന്താണ് സ്കിന്നിൽ സംഭവിക്കുന്നത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അത് ശരിയെന്ന് പറഞ്ഞ് പോയി. അടുത്തൊരു 3 ദിവസം ആ കുട്ടി ഉപയോഗിക്കാതിരുന്നിട്ട് 4ാമത്തെ ദിവസം ആ കുട്ടി എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നു. അങ്ങനെ ആ കുട്ടി 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മാം എൻ്റെ സ്കിന്നിൽ നിന്ന് ഞാൻ ആക്ച്വലി 3 ദിവസം ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല, എൻ്റെ സ്കിൻ ഡാർക്ക് ആകുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആക്ച്വലി എനിക്ക് മനസ്സിലായി, അതായത് സ്കിന്നിന് ഒരു ദിവസം അത് മാറ്റി നിർത്തുമ്പോൾ തന്നെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും. അപ്പം പഴയതുപോലെ സ്കിന്നിരിക്കാൻ വേണ്ടി വീണ്ടും നമ്മളത് ഉപയോഗിച്ച് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രീമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് നമ്മളത് മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. ഞാൻ ഒറ്റയടിക്ക് അവിടെ നിർത്തണം എന്ന് പറയുന്നില്ല, ബിക്കോസ് അത് എല്ലാവർക്കും പാടായിരിക്കും. കുറച്ച് കൊണ്ടുവന്ന് നിർത്തിക്കോ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഞാൻ ഈ ഓപ്പറേഷൻ സൗന്ദര്യ കണ്ടപ്പോഴും ഞാൻ ആ കുട്ടിക്ക് ഇൻഫോം ചെയ്തു, എന്താണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തായി, അത് നിർത്തിയോ, അത് മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തിക്കൊന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഒരു ദിവസം പോലും ആക്ച്വലി ഒരു ദിവസം അത് ഇട്ടില്ലെങ്കിൽ കൂടി എൻ്റെ സ്കിന്നിൽ അത് അറിയാനുണ്ട്, ആ അവസ്ഥയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ കുട്ടി ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കുട്ടി സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് അതിനറിയില്ല, അത് കടന്നിട്ടില്ല, അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടില്ല, അത് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ആ കുട്ടി ആക്ച്വലി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെല്ലെ അടുത്തൊരു സ്റ്റേജിൽ ഒരു പേജ് ഷോയ്ക്കൊക്കെ പോവാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നൊരു കുട്ടി, അതിനോടൊരു ആഗ്രഹമൊക്കെ തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെ വന്ന് എന്നെ കണ്ടതാണ്. അതിലെനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ കുട്ടിക്ക് ആക്ച്വലി ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഒരു സൺസ്ക്രീൻ പോലും ആക്ച്വലി ഇന്ന് വരെ യൂസ് ചെയ്ത് തുടങ്ങാത്തൊരു കുട്ടിയാണ്. പക്ഷെ അതറിയാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വൈറ്റനിങ് ക്രീമാണ്. അത് ഭയങ്കര അപകടമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ അതും 17 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. അതായത് ആ കുട്ടി ആക്ച്വലി ആഗ്രഹിച്ച് വാങ്ങി യൂസ് ചെയ്യുകയുമല്ല, ആരോ പറഞ്ഞു കൊടുത്തു, അത് അടുത്തൊരു ഷോപ്പിൽ കിട്ടുന്നതായിരുന്നു, അവിടെ നിന്ന് വാങ്ങി അത് യൂസ് ചെയ്യുന്നു, അത് വീണ്ടും അത് തന്നെ വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നൈറ്റ് ക്രീമാണ്, ആ ക്രീം ആക്ച്വലി എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നൊരു ക്രീമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുക, അതായത് നമ്മളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷനൊന്നും അത് ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും. അതായത് ഇത്തരം ക്രീമുകളുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യും. അതായത് നമ്മൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും, സ്കിന്ന് ബ്രൈറ്റ് ആവാൻ തുടങ്ങും, സ്കിന്നിങ്ങനെ വൈറ്റൻഡ് ആയി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നന്നായിട്ട് വർക്കാവുന്ന നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെയുള്ള ഇത്രയും ചേഞ്ച് എൻ്റെ മറ്റൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സിനും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല, പക്ഷേ നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നു, നമുക്ക് വേറെ പ്രശ്നങ്ങളോ കുരുക്കളോ ഒന്നും വരുന്നില്ല, അങ്ങനെ തോന്നില്ല. പക്ഷെ കുറച്ചധികം നാൾ കഴിയുമ്പോൾ സ്കിൻ ബാരിയർ പ്രശ്നത്തിലാവുമ്പോൾ മുതൽ നമ്മളുടെ സ്കിന്നിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് കണ്ടു തുടങ്ങും. അങ്ങനെയാണിത് നോർമലി വരിക. ആൻഡ് ഇത് ആ സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും
നമ്മൾ വൺസ് സ്റ്റോപ്പ് ചെയ്താലും സ്കിന്ന് പെട്ടെന്ന് ഭയങ്കരമായി ഡാർക്കായി സ്കിന്നിൽ ഭയങ്കരമായി പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ വീണ്ടും ആക്ച്വലി ആൾക്കാർ തിരിച്ച് ഇതേ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെയാണ് ആ ട്രാപ്പ് പോകുന്നത്. ആൻഡ് ഈ ഗോരി ക്രീമിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അളവിൽ കവിഞ്ഞ രീതിയിൽ ആക്ച്വലി മെർക്കുറിയുടെ അംശം അതിനകത്തുണ്ട്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞത് ഇതേ പ്രശ്നമാണ് ഓപ്പറേഷൻ സൗന്ദര്യയിൽ ആക്ച്വലി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഗോരി ക്രീം എന്ന് പറയുന്നത് പല സ്ഥലത്തും ആക്ച്വലി ബാൻ ചെയ്തിട്ടുള്ള ഒരു ക്രീമുമാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇതൊക്കെ നോർമലി ഷോപ്പിലൊക്കെ അവൈലബിൾ ആകുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ കുറേയധികം ഇത്തരം വൈറ്റനിങ് ക്രീംസ് ഒക്കെ കുറേയധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ഇൻസ്റ്റഗ്രാം വഴി, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ആൾക്കാർ വഴി ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് എത്തിച്ചേരുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരുവിധപ്പെട്ട പ്രോഡക്ട്സുകളുടെ എല്ലാം സ്വഭാവം അങ്ങനെയാണ്. അത് നമ്മൾ വീണ്ടും 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 വാങ്ങിക്കൊണ്ടിരിക്കും. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം എടുക്കുന്ന ചോയ്സ് ആണെന്ന് വെച്ചാൽ അതുമല്ല. ഇപ്പം നമ്മൾ മിനിമലിസ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെർമാക്കോയുടെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബയോക്യൂളിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, അതൊന്നും അല്ലെങ്കിൽ സെറ്റഫിലിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി നമുക്ക് അതിനുള്ള ചോയ്സ് എടുക്കാം, ഇത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് അവരുടെ ഈവൻ ബ്രാൻഡിൻ്റെ പോളിസീസ് ഒക്കെ ഉൾപ്പെടെ. നമുക്ക് ഈവൻ അവരുടെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആക്ച്വലി നടക്കും. ഇത്തരം പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ ആക്ച്വലി അവരുടെ ലേബലിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഈവൻ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ലേബലിൽ സൈഡിൽ നിയാസിനമൈഡ്, ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ എ ബി സി, പിന്നെ ആൽഫാ ബ്യൂട്ടിൻ, കോജിക് ആസിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാത്രം ജസ്റ്റ് പേരുകൾ, ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകൾ മാത്രം ജസ്റ്റ് ലേബൽ ഒട്ടിച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആക്ച്വലി എന്തായാലും ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അല്ലാതെ അറിയാത്ത ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ആക്ച്വലി പറ്റിക്കാൻ പറ്റും. നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല കണ്ടന്റ് ആണല്ലോ, അത്ര മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങി യൂസ് ചെയ്യും. ഇതിൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെയാണ്. അത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കാണിക്കുന്നില്ല. ആൾക്കാരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറയുന്നു, എവിടെയും നെഗറ്റീവ് റിവ്യൂ കാണുന്നില്ല. അതിൻ്റെ 100% സേഫ് ആണെന്നും 100% നാച്ചുറൽ ആണെന്നും നമ്മളെ വിശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു ഇത്തരത്തിൽ വൈറ്റനിങ് ക്രീംസ് വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള അറിവോ ഉണ്ടെങ്കിൽ ആക്ച്വലി ഒരു ടോൾ ഫ്രീ നമ്പർ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിക്കാവുന്നതാണ്, അവരോട് പരാതി പറയാവുന്നതുമാണ്. ആൻഡ് ഇത് ഞാൻ പറയുന്നത് ഇത് ചെയ്യണം, നമ്മളൊക്കെ അത് ചെയ്യണം എന്ന് തന്നെയാണ്. ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അറിയാതെ പോലും ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ഈ ഒരു കാര്യത്തിൽ വീണ് പോകുന്നുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ ഈ കൊറിയൻ ഡ്രാമയൊക്കെ വന്നതോടുകൂടി ആൺകുട്ടികൾ ഉൾപ്പെടെ ഇത്തരം സാധനങ്ങൾ വീണ് പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ആൻഡ് ഓൾസോ എനിക്കറിയാം എത്രത്തോളം എല്ലാവരും ഫെയറായിരിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റൻ സ്കിന്ന് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് മനസ്സിലാവും. ബിക്കോസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സൊസൈറ്റിയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈവൻ അവരുടെ പാർട്ട്നേഴ്സിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെയുള്ള ഒരു പ്രശ്നത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റനിങ് ക്രീം പോലെയുള്ള ഇങ്ങനത്തെ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും വീഴുന്നുണ്ട് എന്നറിയുകയാണെങ്കിൽ അവരോടും പറയുക ഇങ്ങനെ ചെയ്യരുതെന്ന്. ആൻഡ് ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന പോലെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇത്തരത്തിൽ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആയി പോയവരോട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.